ഓക്കെ ഗൈസ്, രാവിലെ 2 ട്രേഡ്സ് എടുത്തായിരുന്നു. ഒന്ന് ഇവിടെ വെച്ചായിരുന്നു, എനിക്ക് തോന്നുന്നൊരു 5:30 സംതിങ് ആയിരുന്നു. ഞാൻ ഈ പൊസിഷൻ വെച്ചായിരുന്നു ഒരു ട്രേഡ്. ബൈ സൈഡ് ആയിരുന്നു, അതേ സൈഡ് അടിച്ച് മാറിപ്പോയത്. ഇതായിരുന്നു, ഇത് എസ് എൽ അടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു ട്രേഡ് കൊടുത്തു. സ്വാഭാവികം, അത് എസ് എൽ അടിച്ചു. ഞാൻ കാണിച്ചു തരാം. ഇത് രണ്ടുമാണ്. നിങ്ങൾക്ക് ഓപ്പണിംഗ് ടൈമും എല്ലാം കാണാം. 2 സ്റ്റോപ്പ് ലോസ് ആണ്. സോ റൈറ്റ് നൗ നമ്മൾ $40 ഡൗൺ ആണ്. 68 ആണ് നമ്മുടെ അക്കൗണ്ട് ഇപ്പം. സോ ലെറ്റ്സ് സീ. പറ്റുവാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു ട്രേഡ് കൂടെ എടുക്കണം. പറ്റുവാണെങ്കിൽ മാത്രം, അതായത് അവസരം കിട്ടിയാൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അത് ഇന്ന് ഇവൻറ്റ്സ് ഉണ്ട്, അതാണ് ഒരു വലിയ പ്രശ്നം. അതുകൊണ്ട് എങ്ങനെയായിരിക്കും പോകുന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു സൈഡ് വൈസ് ഏരിയ ആണ്. ഈ ട്രേഡ് എടുക്കാതിരിക്കായിരുന്നു. ഇത് അല്ലെങ്കിൽ $10 എസ് എൽ വെക്കണം. പിന്നെ നമ്മൾ ആവേശത്തിൽ കയറി എടുത്ത് പോയി 20 വെച്ച്. സോ 2 SL പറ്റുവാണെങ്കിൽ ഉച്ചയ്ക്കൊരു ട്രേഡ്, പറ്റുവാണെങ്കിൽ അവസരം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ ഉച്ചയ്ക്കൊരു ട്രേഡ്. ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ ഏരിയസിൽ എപ്പോഴും ഒരു ട്രേഡ് എടുക്കും. അതും TP SL ഹിറ്റ് ആണെങ്കിൽ ഇവൻ്റ് ട്രൈ ചെയ്യത്തില്ല, ഇവൻ്റ് വിടും. കാരണം എനിക്ക് ഇവൻ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ലെറ്റ്സ് സീ. ഈ ഡ്രോപ്പ് ഒന്ന് എടുക്കുമായിരുന്നേൽ നമുക്ക് പറയാമായിരുന്നു ഇതിൻ്റെ ഒരു 50% ഒരു റിക്കവറി വരുമെന്ന്. ഇതൊരു റീഅറേഞ്ച് വരാം. കാരണം ഇവൻറ്റിൻ്റെ മുന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ കണ്ടേക്കുന്നതാണ്, മൂവ്മെൻറ്റ്സ് എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഡൗൺ സൈഡ് ആണെങ്കിൽ ഒന്ന് അപ്പ് സൈഡ് പോയിട്ട് വീണ്ടും കണ്ടിന്യൂസ് ഡൗൺ സൈഡ് ആയിട്ടായിരിക്കും വരുന്നത്. കഴിഞ്ഞ വർഷം കണ്ടില്ലേ, ഇതിപ്പം സത്യം പറഞ്ഞാൽ ഈ ഏരിയയിൽ നമ്മളിപ്പം സൈഡ് വൈസിലാണ് പോയി. കണ്ടില്ലേ, ഇത് മൊത്തത്തിലൊരു വലിയ സൈഡ് വൈസിലാണ്. ഇത്ര ഏരിയയിലാണ് സൈഡ് വൈസ് മൂവ്സ് ആണ്. കാരണം ഇനി ഒരു ഹയർ ഹൈ അല്ലെങ്കിൽ ലോവർ ലോ ഏതായാലും ഒന്ന് ക്രീപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ എപ്പോഴും ഓക്കെ, ഈ ഒരു റേഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഷോർട്ട് പൊസിഷൻ. $10, $30, $33 ഈ റേഞ്ച്. നോക്കാം നമുക്ക്.
കിട്ടുമോ ഇല്ലയോ. അപ്പോൾ അതുവരെ ഇപ്പം ഞാൻ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് ഭയങ്കര ആലോചനയാണ്. ഈ വീഡിയോയും വരുമോ, യൂട്യൂബിൽ വരുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം 1.5-2 മണിക്കൂറുണ്ട് ഒരു വീഡിയോ ഇന്നലെ ചെയ്തത്. അത്ര നേരമൊക്കെ ആരിരുന്ന് കാണാനാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോഴേ ഉള്ളൂ ഇതൊക്കെ വെളിയിൽ വരുമെന്ന് തന്നെ അറിയത്തില്ല. ഈ വീഡിയോസൊക്കെ വരുവാണേലും 1.5 മണിക്കൂറുണ്ട്. നിങ്ങൾക്ക് നല്ല ടൈമുള്ളപ്പോൾ മാത്രം കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പം നാളെ കാണാം. നെക്സ്റ്റ് റീഡിൽ കാണാം. ഗൈസ്, പുതിയ പൊസിഷൻസ് ഒന്നും എടുത്തിട്ടില്ല. കാണാം. 68 തന്നെ പെൻഡിങ് ഇല്ല, ഒന്നുമില്ല. ക്ലോസിനകത്ത് നമ്മുടെ ലോസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വർഷം മൊത്തം പൈസ എടുത്തു കേട്ടോ. ദാറ്റ്സ് ഓൾ. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു പൊസിഷൻ നോക്കുന്നു. അതായത് ഈ റേഞ്ചിന് താഴെ വന്നാൽ ഒരു ബൈ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുക. ഇവിടെ കിട്ടുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നൈസൊരു പൊസിഷനായിരുന്നു. അതായത് ഈ ലോ സ്വീപ്പ് ചെയ്തല്ലേ. ഈ ലോ സ്വീപ്പ് ചെയ്ത സ്ഥിതിക്ക് ഇത് ഒന്നുകൂടെ ഡൗൺ ആവും. ഇതിൻ്റെ ഒന്നുകൂടെ ഡൗൺ ആയിരിക്കും. കാരണം ഒറ്റയടിക്ക് ഇത് കയറി പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, കുറേ പേര് ഇവിടെ ബൈ ചെയ്യും. ഇവർക്കൊട്ടൊരെണ്ണം കൊടുക്കാനായിട്ട് ഇവന്മാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മിക്കപ്പോഴും കണ്ടിട്ടാണ് ഇതിൻ്റെ ലോ, അതായത് ഇതിൻ്റെ ലോ ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഇത് കണ്ടോ, ഇതൊരു ബ്രേക്ക് ഔട്ട് പോലെ കാണിച്ച് അത് റീടെസ്റ്റ് വരുത്തി അതേ റിജക്ഷൻ പോലെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. എത്ര പോയിന്റ്സ് വന്നിട്ടുണ്ടായിരിക്കും നോക്കട്ടെ. 16. 1:1. ഇത് കറക്റ്റ് പോയിന്റാണ്. അതായത് എന്താണ്, ഓക്കെ 19. 1:3 ഒക്കെ ആയിരിക്കും കൂടുതലും പേര് വെച്ചേക്കുന്നത് പോലെ. അപ്പം ഇങ്ങനെ ഇവിടുന്ന് പറയാം, അതായത് ഇതിൻ്റെ അല്ല, ഇവിടുന്ന് ബൈ എടുത്തവരുടെ റിസൾട്ട് എവിടെയായിരിക്കും? ഇവിടെയല്ല, അവിടുത്തെ ബൈ കിട്ടി കാണത്തില്ല. ആ ബൈയുടെ SL എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു റേഞ്ച്. അതെ, ഓക്കെ, ഈ ഒരു റേഞ്ച് കിട്ടണം, എന്നാലേ ബൈ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. മണി 10:45 സമയം. അല്ല, ഞാൻ വീഡിയോ എക്സ്പോർട്ട് ചെയ്യായിരുന്നു, ചെയ്തിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം. ഞാൻ കുറേ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട് സ്റ്റിക്കർ വെച്ചൊക്കെ. അല്ലാതൊന്നും ബ്ലർ ചെയ്യാനൊന്നും എഫക്റ്റ് ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല, അതുകൊണ്ട് ചെയ്തില്ല. പക്ഷെ എന്തായാലും ഇതിൻ്റെ മുകളിലൊരു ബൈ സൈഡ് വരാതെ ഞാനൊരു പൊസിഷനിൽ താഴെ വരാതെ എടുക്കുന്നില്ല എന്തായാലും, അല്ലെങ്കിൽ അത് ലീവ് ചെയ്യുക. ഇവിടെ എന്ന് വെച്ചാൽ ഫാന്റാസ്റ്റിക് 4 ആണ്.
ഓക്കെ. ഡേ ഓപ്പണിങ് ഇതാണ് ഡേ ഓപ്പണിങ്. സ്വിംഗ് ലോ എന്ന് പറയുമ്പോൾ ഇവിടെ കേട്ടോ. ഇപ്പോൾ പ്രോബബ്ലി ഇറ്റ് ഷുഡ് ഗോ അപ്പ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഫുൾ സ്ക്രീൻ ചെയ്യാൻ. ഇതാണ് ഒരു പോസിബിലിറ്റി ഉണ്ട്. ബട്ട് പ്രശ്നം എന്ന് വെച്ചാൽ 1 hour ടച്ച് ചെയ്തു. 1 hour കഴിയണം. ലാർജർ ടൈം ഫ്രെയിംസിൽ മിക്ക ബ്രേക്ക് ഔട്ട്സും കറക്റ്റാണ് കേട്ടോ. പക്ഷെ ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് എൻട്രി ആവണമെന്നേ ഉള്ളൂ. പക്ഷേ ലാർജർ ടൈം ഫ്രെയിംസിൽ ഇപ്പോൾ മിക്കപ്പോഴും തന്നെ ബ്രേക്ക് ഔട്ട്സ് കറക്റ്റാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. പക്ഷെ ഞാൻ ഈ യൂറോ എടുക്കാത്ത കാര്യം ഭയങ്കര ചാർജാണ് നമുക്ക് തോന്നുന്നു. രക്ഷയില്ല. പക്ഷെ ആ സ്ഥാനത്ത് ഗോൾഡ് ആണെങ്കിൽ വന്നില്ല. കണ്ടോ, അമ്മാരെല്ലാം ഒന്നുകൂടെ വെച്ചു. പക്ഷെ ഈ റേഞ്ച് കിട്ടണം, നല്ല കാര്യമാണ്. ഏതാ ആദ്യം കിട്ടുന്നത് നോക്കാം.
ഈ കയറിയുടെ എസ് എല്ലാണ് എനിക്ക് വേണ്ടത്. ഈ കയറിയവരുടെ എസ് എൽ ഉണ്ടെങ്കിലേ ഇവിടെ കയറത്തുള്ളൂ. കാരണം ഇത് 10 വെച്ച് ഞാൻ കാണിച്ചത്. 10 വെച്ചാണെങ്കിൽ ലോട്ട് കയറ്റി വെച്ച ഫീസ് വന്ന് പോക്കുണ്ടോ? 2.66 $40 ആക്കിയാലോ? എന്നിട്ട് $1 പോകും. അതാണ് അവിടെയുള്ളൊരു പ്രശ്നം. വാ, സെറ്റിങ്സ് ഇവിടെ എങ്ങാണ്ടായിരുന്നു അതിൻ്റെ ഇത് മാറ്റുന്നത്. ഡേറ്റ് എത്രയാണോ? എത്ര? 17 16 ഡേറ്റ്. ഡേറ്റ് എത്രയാണ്? 17 സെപ്റ്റംബർ ആണല്ലോ. बोलिए ഗോൾഡ് പോയി എന്നെ ചെയ്യാനാണെന്ന് പറ. ജസ്റ്റ് മിസ്. ഏകദേശം 1:1 മിസ്സായി. ഷിറ്റ് മൊത്തം ടോട്ടൽ ഡിസാസ്റ്റർ ആയിപ്പോയി കളി. സാരമില്ല. പൊസിഷൻസ് ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. കാണാം 68 തന്നെ, ഒന്നുമില്ല. എല്ലാം വെച്ചിരുന്നു, പക്ഷെ വലിച്ചു പോയി. ടു ബാഡ്. ഇങ്ങനെ വരാനുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ വേറൊരു കാര്യം കേട്ടോ,
ഇങ്ങനെ നോക്കണമായിരുന്നു. പക്ഷെ ഞാൻ 5 മിനിറ്റ് മുന്നേ ബൈലാമിറ്റ് വെച്ചിട്ട് പോയാൽ മതിയായിരുന്നു. Missed the trade, guys. വാ അവിടെ വലിച്ചു. അപ്പം ശുഭദിനം മൊത്തം കഴിഞ്ഞു. അപ്പം ഇനി ട്രേഡ്സ് ഒന്നുമില്ല. ട്രേഡ്സൊക്കെ അടുത്ത ദിവസങ്ങളൊക്കെ ഇനി ഒരു 11 12 ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നാൽ നമുക്ക് എടുക്കുന്നതിനെ പറ്റി ആലോചിക്കും. ഇതൊരു ബ്രേക്ക് ഔട്ട് ആവാനുള്ള സാധ്യതയാണ്, ഇല്ല ആവാതിരിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തരാനുള്ള സാധ്യതയുണ്ട്. സാധാരണ അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മണ്ണാട്ട് വെക്കുമ്പോൾ എപ്പോഴും നിരത്തടിക്കാനാണ് സാധ്യത. കാരണം എന്താണ്, ഇതെല്ലാവരും ശ്രദ്ധിക്കുന്നൊരു ബ്രേക്ക് ഔട്ട് ഏരിയ. അപ്പം ഇതങ്ങ് എല്ലാവർക്കും അങ്ങ് അടിച്ചു കൊടുക്കാനുള്ള സാധ്യതകളില്ല. സോ ഇവിടെ എൻട്രി ആകും, ഒരു 90% ഇതിനകത്ത് എൻട്രി ആകും. ഈ ക്യാൻഡിന് മിക്കവാറും മണ്ടേ തന്നെ ക്ലോസും ആകും. ബട്ട് ദ തിങ് ഈസ് ഇവിടം വരെയൊക്കെ ഒരു വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതായത് ഈ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ആയില്ലേ, ആണെങ്കിൽ അതായത് ഈ റേഞ്ച് ഏരിയയിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം. എന്താണ് തങ്ങൾക്കൂടെ തന്നെ ഒരു പുഷ് കുറവ്. ഇവിടുന്ന് സെല്ല് ചെയ്താലാണ്, സെല്ല് ചെയ്താൽ നൈസാണ്. ബട്ട് യൂറോയിലൊരു തിരിവ് വന്നുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഒരു ഡൗട്ട് വരുന്നത്. നോക്കാം. ഇവിടെയാണെങ്കിൽ എസ് എൽ എവിടെയാണ് വരുന്നത്? ഇതല്ലേ. ഓ ഇവിടെ വരും എസ് എൽ. വാലിഡല്ല ഗൈസ്, വാലിഡല്ല. നെക്സ്റ്റ് കൺട്രീനകത്ത് നിൽക്കട്ടെ. ലെറ്റ്സ് ഗോ. അടിച്ച് കയറിപ്പോവും പോലെ, അടിച്ച് കയറിപ്പോവും. ട്രെൻഡിന് അഗേൻസ്റ്റ് ആയിട്ടാണ് ട്രേഡ് തൊലി. യെസ് ബട്ട് പ്രശ്നം കൂടുതലാണ്, നിൽക്കത്തില്ല, കൈ നിൽക്കില്ല. ഈ ഓർഡർ വെച്ചേക്കുന്നമാര് കാണുമല്ലോ അല്ലേ.
പറഞ്ഞില്ലേ തുല്യമണിയമാരെ വിരിക്കിപ്പിക്കുന്നത്. പക്ഷെ ആ പൊസിഷൻ 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അങ്ങനെ അറിയാം. അതിനനുസരിച്ച് നമുക്ക് മൂവ്മെൻറ്റ്സ് നടത്താം. ഉള്ള വരയെല്ലാം ആ രീതിയിലിട്ട പിന്നെ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. മഞ്ഞ പറ്റത്തില്ലല്ലോ. വേറെ ഏതാ കളറുണ്ട്? ഓറഞ്ച്. ഫേക്ക് ഔട്ട് ആവാനാണ് സാധ്യത. നോക്കാം. പാക്കല. ഓക്കെ, ഗോൾഡിന് നമുക്ക് എൻട്രി എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നന്നായി എൻട്രി മിസ്സായത് കേട്ടോ. ഇനി അടുത്ത ഏറ്റവും വലിയ ഡൗട്ട് 10 വെക്കണോ SL 20 വെക്കണം. അഥവാ SL ഹിറ്റായാൽ 10 ആണെങ്കിലും 60 കാണും, 20 ആണെങ്കിലും 50 കാണും. 50 ഇല്ല, 40 സംതിങ് അകത്തേ കാണും. That's a big reason. റിസ്കി ആണ്. ചില്ലാത്ത റിസ്ക് ആയി പോവും. 30 വെച്ച് 100 ആക്കി എസ്കേപ്പ് ആവുന്നതല്ലേ അല്ലേ? എന്താണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ ഒരു അഭിപ്രായം? അൺവാണ്ടഡ് റിസ്കുകൾക്ക് വേണ്ട. ഇരുപത്തഞ്ച് 79 923 25 79 923. ചേട്ടാ എന്തിടാ താഴത്തെ ബാർ? എവിടെയായിരുന്നു? 25 82 607. 25 82 607. Come on. Yes, but that's it. Yes.
നേരത്തെ ചെയ്താൽ മതി, ധാരാളം. കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു കോൺഫിഡൻസ് പോരാ. ഇതെന്നാണ് ഏറ്റവും ന്യൂറ്റാകുമ്പോഴാണ്. യെസ് ഫക്ക്. അതായിരിക്കും ഞാൻ യൂറൈൻ ട്രേഡ് എടുക്കാത്തതിൻ്റെ ഒരു കാര്യമുള്ളൂ, ചാർജസ് കൂട്ടായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പൊസിഷൻ ഞാൻ എടുത്തായിരുന്നു കേട്ടല്ലോ. ആ ബ്രേക്ക് ഔട്ടിൻ്റെ മുകളിൽ വരെ കൊടുത്തു, എന്നിട്ട് ആ തെണ്ടികളോട് മറിച്ച് കണ്ടോ. ഇതിനകത്ത് ഓവറായിട്ട് വലിയ മൂവ്മെൻറ്റ്സ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവൻറ്റ് ടൈം ആയതുകൊണ്ട്. ഇവൻറ്റ് ഇല്ലായിരുന്നെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. യെസ് പറഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ ഏരിയ ഹൈറ്റ് ചെയ്യുമെന്നറിയാം. നല്ല എന്താണ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അത് തന്നെ ഒരു ഗുഡ് സൈനാണ്. ഇതുപോലത്തെ മുഴുത്ത ക്യാൻഡിൽസ് ആണെങ്കിൽ എന്തായാലും ഞാൻ മാറ്റിയത് കൺസോൾട്ടേഷൻ കണ്ടുകൊണ്ടാണ് ഞാൻ റേഞ്ച് പിടിച്ച്. ഓക്കെ, അപ്പം ഇതിലൊരു മൂവ്മെൻറ്റ് ഉണ്ടായി കഴിയുമ്പോൾ, ഹിറ്റായി കഴിയുമ്പോൾ ഞാൻ വരാം. അതുവരേക്കും സന്ധിക്കില്ല. സുഹൃത്തുക്കളെ, സന്തോഷമായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ ISL ഹിറ്റായിരിക്കുകയാണ്. വലിച്ചു $50 SL ആയിട്ടുണ്ട് ടോട്ടൽ. നിർത്തി, പരിപാടി നിർത്തി. ഇന്നത്തെ നിർത്താൻ ഞാൻ അങ്ങോട്ട് നീങ്ങി. ഞാനത് കണ്ടില്ല ഈ ട്രേഡ്. ഇവിടുന്ന് ഇത്രയും പുഷ് വരുന്ന ഞാൻ കണ്ടില്ല. കണ്ടിരുന്ന് ചത്തെന്ന് പറഞ്ഞാൽ ഞാൻ ട്രേഡ് എടുക്കത്തില്ലായിരുന്നു. തിരിച്ചാൽ നമ്മുടെ അപ്പം മറ്റേ പൊസിഷൻ കറക്റ്റായിരുന്നു. എന്നാലും താഴെല്ലോ തന്നെ 1:3 ആയി. നോക്കട്ടെ. ഓ പുല്ല് വലിച്ചു ഗൈസ്, വലിച്ചു. സാരമില്ല. ഇവൻറ്റിനെ പറ്റിയാൽ ട്രേഡ് എടുക്കും. പറ്റിയാൽ മാത്രം വല്ല $5-10 വല്ല SL വെച്ച് കീപ്പ് ചെയ്ത് പറ്റുപാടായ ട്രേഡ് എടുക്കും. അല്ലാതൊരു ട്രേഡ് എടുക്കത്തില്ല. ശുദ്ധ മണ്ടത്തരങ്ങളൊക്കെയാണ് കാണുമ്പോൾ. നേരത്തേക്ക് പെട്ടെന്ന് ഐഡിയ അങ്ങ് ഉദിക്കുക അവൻ്റെ തലയിൽ. പിന്നെ ചെയ്യാനുണ്ട് ഗൈസ്. റിജക്ഷനാണ്, പിണ്ണാക്കാണ്. ഇപ്പോൾ എൻ്റെ ഗൈസ് ഇതിലും സങ്കടമുള്ളൊരു കാര്യം പറയില്ല. ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഓവറോൾ $50 ലോസ്. 20, 40, 50, $51. അപ്പം ഇനിയും ബുധനാഴ്ച കാണാം. അല്ലെങ്കിൽ ബുധനാഴ്ച ഇവൻറ്റിന് കാണാം. വൈകുന്നേരത്തെ ഇവൻറ്റ് 6 മണിക്കത്തെ ഇവൻറ്റാണ് കാണാം.
6 മണിക്കല്ലേ ഇവന്റ്? പിന്നെ ഇത് എന്തൊരു 6 മണിക്ക് ഉണ്ടാവും കേട്ടോ. ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ. അന്നേരം കാണാം. സന്ധിക്കല ലാസ്റ്റ് ഞാൻ പറഞ്ഞ ട്രേഡ്സ് എടുക്കാനുള്ളൊരു ഏകദേശ ഉദ്ദേശത്തിലാണ്. ഈ ഒരു റേഞ്ചിലെടുക്കും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു റേഞ്ചാണ് ഞാൻ വെച്ചില്ല ഇതുവരെയായിട്ട്. വെക്കണം. കാണാമല്ലോ എല്ലാവർക്കും. പക്ഷേ എന്താ മാറാത്ത എന്ത് പേര്? %50 വരുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ട്. കണ്ടോ നിങ്ങൾ ആരെങ്കിലും? അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു റേഞ്ച്. സൂപ്പർ. എക്സാക്റ്റ് 10 കിട്ടി. $32 പോരല്ലോ അല്ലേ? ചാർജ് എത്ര പോകും? 44 അല്ലേ? അങ്ങനെയാണെങ്കിൽ പോകുന്നു. ഓക്കെ, കൺഫേം ആയിട്ട്. അപ്പം നമുക്കിനിയും ഈ ഏരിയയിൽ എത്തിക്കഴിയുമ്പോൾ കാണാം. ടാപ്പ് ചെയ്യുകയോ ഇല്ലയോ നമുക്കറിയാം. അടിച്ചു പോയല്ലേ? ഇതാണ് ഏകദേശം റേഞ്ച്. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പം ഇനിയും ഹിറ്റായി കഴിയുമ്പോൾ കാണാം. അല്ലെന്നുണ്ടെങ്കിൽ ഇവൻറ്റിൻ്റെ ടൈമിൽ കാണാം. ഗൈസ്, ഇപ്പം ഞാൻ പൊസിഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഗോൾഡിലാണ്. കുറച്ച് നേരമായി. 5 മണി 5:15. ഞാനൊരു എപ്പോഴും ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതേ കാണാം. ചിലപ്പം ഞാനിത് നേരത്തെ എക്സിറ്റ് ആവും.
ഞാൻ ബുള്ളിഷ് ആണ്, ബട്ട് ഈ പൊസിഷൻ ഇങ്ങനെ നിൽക്കുന്ന സ്ഥിതിക്ക് അങ്ങോട്ട് കോൺഫിഡൻ്റ് അല്ല. ചേട്ടാ ഇതിൻ്റെ എന്തിനാ സാധനം പൂക്കുന്നു? ഓക്കെ, ഇതേ കാണാം. ക്ലോസ്ഡിനകത്ത് ലാസ്റ്റ് ട്രേഡ് $10 ലോസ് വന്നു, നിങ്ങൾ കണ്ടാണ്. ഇപ്പം ഇന്ത്യക്കൊന്നുമില്ല. ഓപ്പൺ പൊസിഷൻ സമയം കാണാം. ഇതെന്താണ് ഈ സമയം? എനിക്കറിയത്തില്ല. സമയം നിങ്ങളതൊന്ന് ആലോചിച്ചു. എൻ്റെ ഒരു മേജർ ഡൗട്ട്സിൽ ഒന്നെന്ന് വെച്ചാൽ, ചിലപ്പം മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പടക്കം നിന്ന് താഴെ വന്നിട്ടേ ഒരു അപ്സൈഡ് അടിക്കത്തുള്ളൂ. എങ്ങനെയാണെന്ന് അറിയണം. ഞാൻ ടി പി വെച്ചേക്കുന്നത് എത്രയാണ്? ടി പി വെച്ചേക്കുന്നത് നോക്കട്ടെ. ടി പി വെച്ചേക്കുന്നത് 61 ആണ്. ഇത് ഈ റേഞ്ചാണ് വെച്ചേക്കുന്നത്. ഓൾ ടൈം ഹൈ ആണ് അടിച്ച. ഒന്നും തൊടല്ലേ. എന്തായാലും എൻട്രി കയറ്റി വെക്കണം കുറച്ചുകൂടെ കഴിയുമ്പോൾ, 5:30 കഴിയുമ്പോഴത്തേന്. ഇതാണ് ടി പി അല്ലേ? അതെ, 80 ആണ്. ഏകദേശം 1:5 എടുത്തുണ്ട്. 1:5 എടുത്ത് കിട്ടുവാണെങ്കിൽ നമ്മൾ ലോസ് കവർ ചെയ്ത് വരും. കവർ ചെയ്ത് വരുമെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. 5:15 ഇപ്പം പേരിൽ മറ്റേ മാർജിൻ വന്ന് കാണും. റെഡ് കത്തിയിട്ടില്ലല്ലോ. എന്നാൽ 5:30 തൊട്ടേ ഉള്ളൂ. 5:30 ആകുമ്പോൾ കറക്റ്റ്. ഒരു 20-23 കിട്ടുവായിരുന്നെങ്കിൽ ക്ലോസ് ചെയ്യാൻ ചിലപ്പോൾ ഞാൻ. 70 ഒക്കെ ഓക്കെ ആണ് എനിക്ക്. നമുക്ക് മാക്സിമം ഹോൾഡ് ചെയ്ത് കീപ്പ് ചെയ്യാം. എക്സാക്ട്ലി ഈ ലെവലിൽ നിന്നാണ് ഞാൻ ഈ ട്രേഡ് എടുക്കാനുള്ള കാരണം. ഞാൻ പ്രീവിയസ് ചാർട്ട്സ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു, അതായത് മേജർ ട്രെൻഡ്സിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് ആ ഇവൻ്റ് വർക്ക് ചെയ്യുന്നതെന്നാണ് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇപ്പോൾ ഇവിടെ ലോങ് എടുത്തത്. അപ്പം $20 ആയിട്ടുണ്ട്. 23 ടു ഇതൊന്ന് കിട്ടുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായി. നമ്മൾ എക്സിറ്റ് ചെയ്യും. ഇത് വന്നിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യും. ഷുവർ. നോക്കട്ടെ. 23 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ റേഞ്ച് ആയിരിക്കാം. കറക്റ്റ് ആ റേഞ്ചാണ് 23. Let's see. കുറേ അധികം ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതുകൊണ്ട് ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്.
ആണല്ലോ. കുറേ ആൾക്കാർ എന്ത് ചെയ്യും, എൻ്റെ അഭിപ്രായത്തിൽ എന്ത് ഇവിടെ എവിടെ ഒരു ഹോബി ഉള്ളൂ നോക്കി എല്ലാവരും ഒന്ന്. ഓക്കെ, ഹോബിയൊക്കെ പിന്നെ കാണിക്കും. ആദ്യം പൊസിഷൻ ക്ലോസ് ചെയ്യട്ടെ. 23 S70 ലെറ്റ്സ് ഗോ. 70 എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുമ്പ് ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഞാൻ ഇവൻറ്റ് കഴിഞ്ഞൊരു ട്രേഡ് എടുത്തോളാം. അതിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഹോബി വരുന്നുണ്ട് ഇവിടെ എവിടെ. ഇത് വല്ലതായിട്ടായിരിക്കും ആൾക്കാർ എടുക്കുന്നത്. ഇത് അല്ലെങ്കിൽ ഇത്. നെക്സ്റ്റ് 2 ആയിരുന്നു ട്രേഡ്. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ നമ്മുടെ ലോസ് കവർ ചെയ്ത് 70 എത്തിയിട്ടുണ്ട്. ഇനി ഒരു 40 കൊണ്ട് ലോസേ ഉള്ളൂ. അത് ഇന്നലെ റിക്കവർ ചെയ്യണം ഒരു നിർബന്ധമില്ല. നാളെ കഴിഞ്ഞായിട്ട് നമ്മൾ റിക്കവർ ചെയ്താലും മതി, നോ ഇഷ്യൂസ്. എവിടെയാണ് റിജക്ഷൻ? ഓക്കെ, ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് ചെയ്ത്. ഓക്കെ, ശരി, എന്നാൽ നോക്കിക്കോ. ഇത് വാലിഡ് ഒന്നുമല്ല, ഞാൻ പറയുകയാണ്. ഇങ്ങനെ ആയിരിക്കും കുറേ പേര് ഇവിടെ എൻട്രി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എന്താണ്? കലക്കി, സൂപ്പർ, എൻ്റെ ഓർഡർ ബ്ലോക്ക് അടിച്ച് പറപ്പിച്ചു എന്നല്ലേ ഇപ്പം എല്ലാവരും പറയുന്നത്. അവരെന്ത് ചെയ്താണ് ഇവിടെ എൻട്രി കിട്ടിക്കാണ് മിക്കവർക്കും. എന്നിട്ട് എന്ത് ചെയ്തു, അവരങ്ങ് താഴ്ത്തി വെക്കും. ഇത് ചിലപ്പോൾ അവർക്ക് സമാധാനത്തിന് വേണ്ടി ഇത് ഇങ്ങനെ ഇവിടം വരെയും വരും. ബട്ട് ഈ സാധനം അങ്ങ് പറത്തിയിരിക്കും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ 2 സൈഡ് വേസ് അടിക്കും. അതായത് ഒന്ന് അപ്പ് സൈഡ് പോയിട്ട് പിന്നെ മടക്കേന്ന് നേരത്തെ പോയി. ഞാൻ എന്തായാലും ഇനി ഇവൻറ്റ് കഴിഞ്ഞേ ട്രേഡ് എടുക്കത്തുള്ളൂ. ഇവൻറ്റ് കഴിഞ്ഞെന്ന് പറയുമ്പോൾ 6 മണിയല്ലേ, 5:30. അതായത് ഈ ക്യാൻഡിൽ എന്ത് 1 അവർ എന്ത് 1 അവറിൻ്റെ ഈ ക്യാൻഡിൽ തീരുവല്ലേ. നാലര, ഈ 5:30 അടുത്ത ക്യാൻഡിൽ വരുന്നു. ആ ക്യാൻഡിൽ കഴിഞ്ഞ് അടുത്ത ക്യാൻഡിലില്ല, 5:30 ക്യാൻഡിൽ ഫുള്ള് ക്ലോസ് ആക്കി കഴിഞ്ഞിട്ട് ഇനി ട്രേഡ് എടുക്കത്തുള്ളൂ. നേരത്തേക്ക് ഇവൻറ്റ് തീരും. ഓക്കെ, അപ്പം നമുക്ക് അന്നേരം സന്ധിക്കണം. ഹലോ സുഹൃത്തുക്കളെ, 5:50 ആയിട്ടുണ്ട്. നമ്മുടെ ആ പൊസിഷൻ ക്ലോസ് ചെയ്തെടുത്ത് വന്ന് ശകലം കൂടെ വന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതാണ് ആ ഹോബി വാലിഡാന്ന് കാണിക്കാൻ വേണ്ടി കുറേ നേരം താഴോട്ട് വന്നു. പക്ഷെ ഇതാ ഐഡിയലി അപ്പോൾ പോകേണ്ടതാണ്. ചിലപ്പം സംഭവിക്കാനുള്ളൊരു സാധ്യത എന്ന് വെച്ചാൽ ചിലപ്പം ഇത് ഇങ്ങനെ വന്നടിക്കും. ഏതാണ് ഈ ക്യാൻഡിൽ ചിലപ്പം ന്യൂസ് ചിലപ്പോൾ നെഗറ്റീവായിട്ട് വെച്ച് ചിലപ്പോൾ താഴെ വരും. പക്ഷെ എന്നാലും നെക്സ്റ്റ് ക്യാൻഡിൽ, അതായത് ഈ 1 അവറിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ ഇത് ബിൽഡ് ചെയ്ത് കയറിപ്പോവും. ഫോർ ഡൗൺ സൈഡ് ആണെങ്കിൽ പോലും കയറിപ്പോവും. അങ്ങനെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അല്ല, നമ്മളവിടെ നിന്ന് എക്സിറ്റ് ആയത് എന്തുകൊണ്ടും നന്നായില്ലേ. ചില സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്യണം.
പക്ഷെ ആ 63 അല്ല, ആ 23 കിട്ടിയില്ലായിരുന്നു നമ്മളും ചിലപ്പോൾ അതിനകത്ത് വിട്ടുപോയാണ്. നമ്മൾ ഇവിടെ നിന്നും കണ്ടോ എക്സിറ്റ് അല്ല? ഈ റേഞ്ച് കിട്ടിയ ഓരോ ബ്ലോക്ക് അടിച്ചു വരാൻ വലിയ സന്തോഷത്തിലായിരിക്കും. ബട്ട് അറ്റ് എൻ്റെ വലിപ്പാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അഥവാ ഇത് ഹ്യൂജ് അപ്സൈഡ് പോയാൽ പിന്നീട് ഡൗൺ സൈഡിന് സാധ്യതയുണ്ട്. $53 നിങ്ങൾ കാണിക്കരുത്. പൊസിഷൻസ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. കാണാം 70 തന്നെയാണ്. എന്ത് ക്ലോസ്ഡ് പൊസിഷൻസ് നമ്മുടെ 23 ആണ് ലാസ്റ്റത്തെ. ഓക്കെ നാളെ നമ്മുടെ ഇതുണ്ടല്ലോ, ഫണ്ട് റേറ്റ് വരുന്നുണ്ടല്ലോ. പ്രൈസ് കട്ടിങ്ങിനുള്ള സാധ്യതകളാണ് കൂടുതൽ പോസിബിലിറ്റീസ് കൂടുതൽ ആൾക്കാരും പറയുന്നത്. അതുകൊണ്ട് തന്നെ വേറെ കാര്യം കൊണ്ടുണ്ട് ഇതിനകത്ത് മൂവ്മെൻറ്റ്സ് 2 സമയത്ത് എടുക്കും. നാളെ ഒന്ന് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുന്നേ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് കാണും. അതിൻ്റെ പിന്നെ ബാക്കിയായിട്ട് ആ ഇവൻ്റ് നടന്നു കഴിയുമ്പോൾ നാളെ കാണത്തുള്ളൂ ഒരു 11:30 അത്ര നാളും കണ്ടത് വെച്ച് ഞാൻ പറയുന്നത്. സാധാരണ നടക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഇവൻറ്റിൻ്റെ സമയത്ത് ഫെഡ് റേറ്റിൻ്റെ സമയത്ത് അന്നത്തെ ദിവസം മോർണിംഗ് സൈഡ് വൈസ് ആയിട്ട് നിന്നിട്ട് ഒരു ഉച്ച അല്ലെങ്കിൽ 4 മണിക്ക് മുന്നേ ആയിട്ട് നല്ലൊരു ഡ്രോപ്പ് അല്ലെങ്കിൽ അപ്സൈഡ് പോവും. എന്നിട്ട് എന്ത് പറ്റും, വീണ്ടും നൈറ്റ് കുറച്ചുകൂടെ മൂവ്മെൻറ്റ്സ് നടക്കും. അതാണ് സാധാരണ നടക്കാറുള്ളത്. പിന്നെ ഫണ്ട് കട്ട് റേറ്റിംഗ് ആയതുകൊണ്ട് റേറ്റ് കട്ട് ചെയ്യുവാണെങ്കിൽ കുറെ കൂടെ നല്ലൊരു മൂവ്മെൻറ്റ് കാണാം. ലാസ്റ്റ് ക്യാൻഡിൽ ഓക്കെ. അഥവാ ഇനിയും അപ്സൈഡ് ഡൗൺ സൈഡ് പോകണമെങ്കിലും മിക്കവാറും ഈ ഒരു ഹൈ അടിച്ചിട്ടായിരിക്കാൻ പോകുന്നത്. മിക്കവാറും ഇവിടുന്ന് എന്തായാലും പോയിൻറ്റ്സ് ഉണ്ട്. 25 പിന്നെ ഷുവർ അടിക്കും. അഥവാ ഡൗൺ സൈഡ് ആണെങ്കിൽ ഇങ്ങനൊരു അപ്പ് കൊടുത്തിട്ടേ വരത്തുള്ളൂ. ഓക്കെ, let's see. ഒരു മിനിറ്റ്. പോയി ചമല
കണ്ണടിച്ച് പോകുന്ന പോലത്തെ കളറല്ല. 6 മണിക്ക് ശേഷം 12 PM ഉണ്ടോ? എന്ത് ഇവൻ്റാണ് 12 PM? 12 PM ടു ഈ സമയത്ത് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കും, അതിൻ്റെ ആയിരിക്കും. ആ സമയത്ത് ഇങ്ങനെ ഒരു കുറച്ച് സമയം ഇങ്ങനെ ഒരു 2 മണി വരെ ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. Okay, last 2 minutes still. Come on. മൂവ് ആയിട്ട് വേണം അടുത്ത പൊസിഷനെ പറ്റി ആലോചിക്കാൻ. 6 മണി എന്ന് പറയുമ്പോൾ അപ്പം അടുത്തത് എൻ്റെ 7 മണിക്കത്തേനെയാണ്. 1 ഹവറിൻ്റെ വരുമ്പോൾ 7 മണിയായിരിക്കണം. ആറരയല്ലേ? അല്ല, 6:30ക്കത്തേക്ക് എന്തെങ്കിലും നെക്സ്റ്റ്. അതായത് 6:30 വരെ സമയമുണ്ട്. അതുവരെ ഉള്ളാവുന്ന മൂവ്മെൻറ്റ്സ് നമുക്ക് വിഷയമല്ല. ഓക്കെ, ലാസ്റ്റ് 1 മിനിറ്റിലോട്ട്. ലെറ്റ്സ് സീ. ഈ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും, അതായത് നമ്മൾ കണ്ടിന്യൂസായിട്ട് ട്രേഡ്സ് എടുത്ത് 1 വീക്ക് കൊണ്ട് മാക്സിമം പറ്റുവാണെങ്കിൽ 10,000 എത്തിക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഇത്രയും കണ്ടിന്യൂസായിട്ട് ട്രേഡ്സ് എടുത്തത്. അല്ലെങ്കിൽ ഞാൻ ഒരു കാരണവശാലും ഇത്രയും ട്രേഡ്സ് എടുക്കാറില്ല. ഒരു കാരണവശാലും ആരും അങ്ങനെ എടുക്കുകയും ചെയ്യരുത്, ആദ്യമേ പറയാം. കാരണം കണ്ടിന്യൂസായിട്ട് ട്രേഡ്സ് എടുക്കുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ 2 ട്രേഡ്സ് എസ്എല്ലായ 3ാമത്തെ ട്രേഡ്സ് സ്വാഭാവികമായിട്ട് എസ്എല്ലായിരിക്കും. നമ്മൾ എത്ര കണ്ടക്സ് എന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ. അതിലും പേര് നമ്മൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്കാണ് ഇത്രയും ട്രേഡ്സ് വന്ന്. രണ്ട് 3 4 5 5 ട്രേഡ്സാണ് പിന്നെ ഡേ വന്നിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് 20 സെക്കൻഡ്സിലോട്ട് എത്തുന്നു. നമുക്കിപ്പോൾ അറിയാം. ഓക്കെ, 10 9 8 7 6 5 4 3 2 1. ഓക്കെ, ടെങ് കേട്ടോ. പൊസിഷൻ ക്ലോസ് ചെയ്ത് വലിയ ഉപകാരമായ. ഇനി ഇത് അപ്സൈഡ് കയറാം. അപ്സൈഡ് കയറേണ്ടതാണ്. യെസ്. ഓക്കെ, ഇതാണ് സംഭവം. നമ്മളെന്തായാലും വലിച്ചതിന് പൊസിഷൻ ക്ലോസ് ചെയ്തില്ലായിരുന്നു. ഇവിടെ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ ഈ ഓർഡർ ബ്ലോക്ക് ലോബിയിലല്ലേ ട്രേഡ് എടുത്തവന്മാർക്കെല്ലാം പറ്റിയെന്ന് വെച്ചാൽ അവർ അത്യാവശ്യം TP വെച്ചിട്ടില്ലായിരിക്കും. വളരെ റെയർ ആൾക്കാർ TP വെക്കത്തുള്ളൂ. കാരണം ഇവൻ്റ് ടൈം ആയതുകൊണ്ട് മാക്സിമം ക്യാച്ച് ചെയ്യാൻ നോക്കുന്ന. അപ്പോൾ അവർക്ക് എന്താണ്, ഇത് ക്ലോസ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല, ഉറപ്പായിട്ടും കിട്ടത്തില്ല. ടക്കാന്ന് തോന്നുന്നു. അപ്പോൾ അവർ വിചാരിക്കും ഇപ്പോഴും പ്രോഫിറ്റിലാണല്ലോ, കുറച്ച് ഇതായിട്ട് പോകുന്നതായിരിക്കും. ചിലപ്പോൾ ഒറ്റ അടിയായിരിക്കും അടിക്കാൻ പോകുന്നതിന്. 1 അവർ ക്യാൻഡിൽ നോക്കട്ടെ. 1 അവർ. ഓക്കെ, എക്സലൻറ്റ്, ഫാന്റാസ്റ്റിക് ഫോർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ മൂവ്മെൻറ്റ്സ്. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ പൊസിഷനൊന്നും എടുക്കാത്തതുകൊണ്ട് നമ്മൾ 100% സേഫാണ്.
അപ്പം 6:30 നമുക്ക് കാണും. 6:30 നമ്മൾ പൊസിഷൻ ബിൽഡ് ചെയ്തിരിക്കും. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത റെഡിലാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഞാൻ ഉറപ്പായിട്ടും ബൈ സൈഡ് ആയിരിക്കും നോക്കുന്നത്. ബൈ സൈഡ് തന്നെയാണ് നോക്കുന്നത്. ഈ ക്യാൻഡിൽ അപ്പായിരിക്കും ടാർഗറ്റ് നോക്കുന്നത്. അപ്പം അന്നേരം കാണാം, സന്ധിക്കലാം കളയാം. ഇതാണ് സംഭവം. നമ്മുടെ ആ പൊസിഷൻ അവിടുന്ന് ഡൗൺ സൈഡ് വന്നിട്ട് വീണ്ടും അപ്പ് പോയിട്ടുണ്ട്. പറഞ്ഞല്ല, ഈ ഹൈ എന്തായാലും കയറും നമുക്കറിയാം. അതായത് UOB വേണ്ട, ആ ഓർഡർ ബ്ലോക്ക് ഞാൻ 5 മിനിറ്റ്സ് കാണില്ല. 5 മിനിറ്റ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാലിഡാന്ന് പറഞ്ഞ OB അടിച്ചലക്കി കയറി പോകുന്നുണ്ട്. അവൻ്റെ SL അടിക്കാതെ. അവൻ്റെ SL എവിടെയായിരിക്കും? ഇതായിരിക്കുമല്ലോ അവൻ എൻട്രി ആയ പൊസിഷൻ. അങ്ങനെ വരുമ്പോൾ 10 ഇതായിരിക്കണം. ശകലം കൊണ്ടില്ല, അതിപ്പോൾ അടിക്കും. ഇപ്പം പൊസിഷൻസ് ഒന്നും എടുത്തിട്ടില്ല, മേക്ക് ചെയ്തിട്ടില്ല. കാണിച്ച കാര്യം ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വേണം. ഭയങ്കരമായിട്ട് കളറും ബഹളമൊക്കെ ആയാൽ വലിയ പാടാണ്. കാണുക 20-70 നമ്മൾ പുതിയ പൊസിഷൻസ് ഒന്നുമില്ല. എന്ത് ക്ലോസ്ഡ്, ലാസ്റ്റ് ട്രേഡ് 23 അതേ ഉള്ളൂ. ഓക്കെ, സോ എന്താണ് നമ്മുടെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സത്യത്തിൽ പുതിയൊരു പൊസിഷൻ മേക്ക് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു എന്താ പറയുന്നൊരു സൈഡ് മൂവ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഈ റേഞ്ച് വിട്ട് ഇതുവരെയായിട്ടും വെളിയിൽ പോയിട്ടില്ല ഒന്നും. കണ്ടോ? അതൊരു 4 മണി തൊട്ട് ഈ സമയം വരെ ഇതിനകത്താണ് നിൽക്കുന്ന പൊസിഷൻസ്. അതുകൊണ്ട് തന്നെ പുതിയ മൂവ്മെൻറ്റ്സ് പൊസിഷൻസ് മേക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ യൂറോ നോക്കുവാണെങ്കിൽ കാണിച്ചു തരാം. യൂറോയിൽ ഒരു ട്രെൻഡ് ഏകദേശം എന്തിൻ്റെ വരെയാണ്? ഇതൊക്കെ എവിടുത്തെ വരുന്ന വരെയാണ്? 4 hour വരെ ഇട്ട് നോക്കിട്ടെന്ന്. വരെയൊക്കെ എന്തിൻ്റെയാണ്? ഇത് നമ്മുടെ ബ്രേക്ക് 20 ആയതല്ലേ. വാലിഡേറ്റ് ആവുന്നുണ്ടെന്ന് ഇന്നലെ റിക്കവറായി നിൽക്കുന്നുണ്ട്. അപ് സൈഡിനായിരിക്കും കൂടുതൽ സാധ്യത. ഇങ്ങനെ വെച്ചൊരു അനത്തനത്തിയ റിസ്ക ഇവിടുന്ന് കിട്ടുമായിരുന്നതിൽ പിന്നെ പത്തും 20 ഭയങ്കര ചാർജാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം അതിനകത്ത്. ഗോൾഡിലൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ വീക്കാൻഡ് പോസിബിലിറ്റീസ് ഇല്ല. 1 hour എക്സ്ട്രീംലി ബുള്ളിഷ് ആണോ എന്ന് ചോദിച്ചാൽ ബുള്ളിഷാണ്. പക്ഷേ ഇനി 39 മിനിറ്റ് കൂടെ ഉണ്ട് 1 hour ക്യാൻഡിൽ ക്ലോസ് ആണ്. അതുകൊണ്ട് അത് വരത്തേന് നമ്പാൻ മുടിയാതെ നോക്കാം. അപ്പം ഇനി ഇതിനകത്തൊരു അപ്ഡേഷൻ പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത് ടൈം ഭയങ്കര കൂടുതലാണ് വീഡിയോസിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം കുറയ്ക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് ഉണ്ടായി കഴിയുമ്പോൾ സന്ധിക്കല ഹല സുഹൃത്തുക്കളെ പൊസിഷൻസ് ഒന്നും എടുത്തിട്ടില്ല.
നല്ല മേജർ ഡ്രോപ്പാണ് വീടേക്കുന്നത്. ലാപ്പ് ചാർജ് ഇല്ല, കുത്തട്ടെ. ഓക്കെ, ഓക്കെ. ഈ ലോ വന്ന ഒരു ഹൈ എടുക്കാം, ബൈസൈഡ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഈ ലോ വന്നൊരു അപ്സൈഡ് പോകണം, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ക്വസ്റ്റ്യൻ ഒന്നും എഴുതിയിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. എനിക്ക് കാണാം, സെയിം നത്തിങ്, ഒന്നും എടുത്തിട്ടില്ല. ഇതൊരു ലോയാണ്, പക്ഷേ ഈ ലോ എടുക്കാനുള്ള സാധ്യത ഉടനെ ഇല്ല. നമ്മളിവിടുന്ന് അന്നേരം പറഞ്ഞപ്പോൾ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു. പിന്നെ പോട്ടെ, ആക്സിഡന്റ് ഹിറ്റൊന്നും ആയാതെ രക്ഷപ്പെട്ടല്ലോ. നിങ്ങളെല്ലാവരും അപ്പം എല്ലാവരുടെയും എക്സ്പെക്റ്റേഷൻ ഇവന്മാർ ഇത്രയും ഡൗൺ ആക്കിയ സ്ഥിതിക്ക് എല്ലാവരും എന്താണ് ചിന്തിക്കുന്നത്? എല്ലാവരും എന്ന് വെച്ചാൽ സാധാരണ ട്രേഡ് ചെയ്യുന്ന എല്ലാവരും ചിന്തിക്കുന്നത് എന്താണ്? ഗോൾഡിൻ്റെ ടോപ്പായി, ഇനി ഡൗൺ സൈഡാണ്. ഇതാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എൻ്റെ പൊന്നട, ഇവന്മാരുടെ കളിയാണ്, കള്ളത്തിരുമാനികളുടെ കളിയാണ്. ഇവന്മാരെ അവസാനം എല്ലാം ഭരിപ്പിക്കും. ഈ വീക്ക് ലോയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വീക്ക് എടുക്കും, ഈ ലോ എടുക്കും. ഈ ലോ എടുത്തിട്ടായിരിക്കും അപ്സൈഡ് പോകാൻ പോകുന്നത്. എപ്പം, എവിടെ, എന്ത് എന്നൊക്കെ ഇനി അടുത്തറിയണം. ഈ കൂടെ നോക്കിക്കോട്ടെ. അയ്യോ, ഈ ലോയൊക്കെ എടുക്കാൻ ഇനി സമടക്കാനാ എന്നേക്കുന്ന പുഷ് കണ്ടോ? നിങ്ങളിത് കാണുക. എക്സലന്റ് ആൻഡ് ഓസം. ഡെയിലി വരുമ്പോൾ ഇത്ര ഇവിടം വരെ ഉണ്ട് ഗ്യാപ്പ് സ്പേസ് വരാനായിട്ട്. ഫിബ് ആണേലോ നോക്കട്ടെ, ഫിബ് ആണേലോ തീർച്ചയായിട്ടും 50% വരാനുണ്ട്. നമുക്കപ്പം നോക്കാം. ലോ വന്നില്ല ഇതുവരെ, ലോ വരണം. കമോൺ, ലോ ലോ ലോ. ഇവിടെ നിന്ന് ഇവിടം വരെ എന്ന് പറയുമ്പോൾ എന്തായാലും നോട്ട് 20 പോയിന്റ്സ് കൂടെ ഉണ്ടോ? അതൊക്കെ വലിയ പാടാണ്. ഈ ലോ ഇനി ക്രിയേറ്റ് ചെയ്യണം. ഈ ലോ ക്രിയേറ്റ് ചെയ്താലേ നമുക്കൊരു ബൈയുടെ പോസിബിലിറ്റി വരുന്നുള്ളൂ. യൂറോ ഒന്നാണ്, യൂറോ ഓക്കെയാണ്. കമോണിൻ്റെ ലോ ക്രിയേറ്റ് ചെയ്യടാ കുട്ട.
അപ്പം നമുക്ക് ആ ലോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ വീഡിയോ ലെങ്ത് ആക്കാതിരിക്കാൻ വേണ്ടി തൽക്കാലത്തേന് വീഡിയോ ക്ലോസ് ചെയ്യണം. എന്നിട്ട് ഈ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ലോ എത്തിക്കഴിയുമ്പോൾ ഞാൻ വിളക്കാം. ഓക്കെ ഗായ്സ്, ഞാൻ ഇങ്ങനെ ഓർഡർ വെച്ചില്ല, കൺഫർമേഷൻ ആകും പോയാലല്ല. ഓക്കെ, കൺഫേം ബൈ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്. സമയമുണ്ടല്ലേ, ടാപ്പ് ചെയ്യാനുള്ള സമയമുണ്ട്. കയറി പോവുകയാണെങ്കിൽ നമുക്ക് പണിയാണ്. പൊട്ടിക്കിറക്കി വെച്ചാൽ മതിയായിരുന്നു. ഈ ലെവലിൽ നിന്നൊരു പൊട്ടിക്കിറക്കി വെച്ചാൽ മതി. കുഴപ്പമില്ല. ലാസ്റ്റ് 1 minute ആകുമ്പോൾ നമുക്ക് കയറാം പൊസിഷനിൽ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബ്ല ബ്ല ബ്ല. ഈ റേഞ്ചായാലും കിട്ടണം അല്ലേ? ഓക്കെ, ഹിറ്റായിട്ടുണ്ട് ഗൈസ്, ഹിറ്റായി. ഇതാണ് പൊസിഷൻ. 1:2 ആണ്. നോക്കാം നമുക്ക്. റെക്കോർഡിങ് അല്ലേ? അല്ല. ഓക്കെ,
25 62 767. 25 62. പതിനഞ്ചല്ലേ നമ്മൾ വെച്ചേക്കുന്നത്? ഇത്രയുള്ള ഷാർപ്പ് 15. അപ്പം അയ്യോ നല്ലൊരു പൊസിഷൻ കിട്ടിയാലോ. മിസ്സാക്കി കളഞ്ഞല്ലേ ഗൈസ്. പോട്ടെ, കുഴപ്പമില്ല. ഈ റേഞ്ച് കിട്ടേണ്ടതാണ്, അഥവാ TP ആണ്. അപ്പം നമുക്ക് ഇനി മോർണിംഗ് രാവിലെ സന്ധിക്കലാണ്. ഇരുപത്തഞ്ച് 67, 25 59. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ്. അപ്പം നാളെ കാണാം. നാളെ ബുധൻ.